എല്ലാവർക്കും നമസ്തേ. സുനിതയാണ്. ഇന്ന് തുലാം രാശിയിലെ 2.25 നക്ഷത്രക്കാർക്ക് 2024 ഗ്രഹസ്ഥിതി അനുകൂലമായും പ്രതികൂലമായും എങ്ങനെയൊക്കെ സ്വാധീനിക്കുന്നു നോക്കാം. അതായത് പുതുവർഷ ഫലമാണ് പറയാനായിട്ട് പോകുന്നത്. തുലാം രാശിയിലെ 2.25 നക്ഷത്രം ചിത്തിര അരഭാഗം ചോതി വിശാഖത്തിന്റെ 3/4 ഭാഗം അടങ്ങിയതാണ്. മെയ് മാസം വരെയും തുലാം രാശിക്കാർക്ക് അനുകൂലം തന്നെയാണ്. മെയ് മാസത്തിന് ശേഷം ചില പ്രതികൂലമായ ഫലങ്ങളും ആരോപിക്കേണ്ടതായിട്ടുണ്ട്. മെയ് മാസം വരെയും കഠിനാധ്വാനത്തിനും പരിശ്രമത്തിനും അംഗീകാരവും വിജയവും ഒക്കെ നേടിയെടുക്കാൻ കഴിയുന്നതായ ഒരു സമയമാണ്. മാധ്യമപ്രവർത്തകർ, അധ്യാപനം, ബിസിനസ് രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർ, റൈറ്റേഴ്സ്, ഓൺലൈൻ ബിസിനസ്, ഇതിലൊക്കെയും അറിവും കഴിവും ബുദ്ധിയും ആശയവിനിമയ ശേഷിയും ഉപയോഗിച്ച് വളരെയധികം മെച്ചമായ ഒരു അനുഭവം ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയുമെന്ന് പറയാൻ സാധിക്കും. വിവാഹത്തിന് അനുകൂലമാണെങ്കിലും സ്വഭാവത്തിലും കാഴ്ചപ്പാടിലും പരസ്പരമുള്ള ചേർച്ച വളരെയധികം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. 6ാമത്തെ രാശിയാധിപതിയായ ഗ്രഹമാണ് 7ാമത്തെ രാശിയിൽ സഞ്ചരിക്കുന്നത്. മാത്രമല്ല മെയ് മാസത്തിന് ശേഷം അഷ്ടമ വ്യാഴത്തിന്റെ കാലഘട്ടം കൂടി ആയതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ വിവാഹം കഴിക്കുന്ന ആൾക്കാർ വളരെയധികം ചേർച്ച ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ആശയവിനിമയ ശേഷിയും പഠന മികവും ഉണ്ടാവും. ഗ്രൂപ്പ് സ്റ്റഡീസ്, ഡിബേറ്റ്, ഡിസ്കഷൻസ് ഇതൊക്കെ പഠനത്തിന് ഒരുപാട് പ്രയോജനം ചെയ്യുന്നതായ ഒരു സമയമാണ്. കമ്മ്യൂണിക്കേഷൻ കൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും ഈ കാലഘട്ടത്തിൽ. അതായത് കുടുംബത്തിനകത്തൊക്കെ തന്നെയും ഓപ്പൺ ഡിസ്കഷൻസ് തെറ്റിദ്ധാരണകൾ കുറയ്ക്കും എന്നുള്ളതാണ്. 6ാം ഭാവതി 7ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ സ്പൗസുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും എന്ന് മാത്രം നമ്മൾ വ്യാഖ്യാനിക്കുന്നേക്കാളും വ്യാഴം അറിവ്, ജ്ഞാനം, മാർഗനിർദ്ദേശം ഇതൊക്കെയും സൂചിപ്പിക്കുന്നതായ ഒരു ഗ്രഹമാണ് അല്ലേ. ഓപ്പൺ ഡിസ്കഷൻസിലൂടെ നല്ല ഗൈഡൻസ് തരുന്ന ഒരു മനോഭാവം സ്പൗസിൽ ഉണ്ടായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം കമ്മ്യൂണിക്കേഷനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ഭാവമാണ് 3ാം ഭാവം. 3ാം ഭാവതിയാണ് 7ാം ഭാവത്തിൽ നിന്നുകൊണ്ട് 3ാം ഭാവത്തെ വീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെയും നമ്മൾ വ്യാഖ്യാനിക്കേണ്ടതായിട്ടുണ്ട് എന്ന് പറയണം. അർപ്പണബോധം, ഉത്സാഹം, ആവേശം ഇതൊക്കെയും ചൊവ്വയിൽ നിന്നുകൊണ്ടും നോളജ്, ഓപ്പർച്യൂണിറ്റീസ്, ലേണിംഗ് ആൻഡ് എക്സ്പീരിയൻസ് വ്യാഴത്തിൽ നിന്നുകൊണ്ടും മനസ്സിലാക്കാൻ സാധിക്കും. ഈ 2 ഗ്രഹങ്ങളുടെയും സ്വാധീനം ഒരു രാശിയിൽ വരുമ്പോൾ ലക്ഷ്യത്തിൽ ഫോക്കസ് ചെയ്യാനും ബുദ്ധിപരമായ കാര്യങ്ങൾ നേടാനും കഴിയുമെന്ന് പറയാം. സമപ്രായക്കാരോടും മുതിർന്നവരോടും ഒക്കെ അർഹമായ ബഹുമാനം നിലനിർത്തി പോരുന്ന ഒരു പ്രകൃതം പൊതുവിൽ തന്നെ തുലാം രാശിക്കാർക്കുണ്ടെങ്കിലും 7ാം ഭാവത്തിലെ വ്യാഴം ചില കാലഘട്ടങ്ങളിൽ ചില സമയത്ത് അമിതമായ ആത്മവിശ്വാസവും ചില അഹന്തയുടെ ഒരു ചെറിയൊരു അംശം പോലും വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അത്തരത്തിൽ നമ്മുടെ മനസ്സിനകത്ത് ഒരു ഓവർ കോൺഫിഡൻസും അഹന്തയും ഉണ്ടായിപ്പോയാൽ അഷ്ടമ വ്യാഴത്തിൻ്റെ കാലഘട്ടം വരുമ്പോഴേക്കും മെയ് മാസത്തിന് ശേഷം അത് വളരെയധികം അബദ്ധങ്ങൾ കൊണ്ട് നമ്മളെ ചാടിക്കും എന്നുള്ളതാണ്. അതൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. 7ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നത് കൊണ്ട് തന്നെ നല്ല ദാമ്പത്യ ജീവിതം ഉണ്ടാകുമെങ്കിൽ പോലും ഒരു ഇൻറ്റിമസി കുറച്ച് കുറവായിരിക്കും. അതും ശ്രദ്ധിച്ചു പോവുക. സാമൂഹിക പ്രതിബദ്ധതയും ധാർമ്മിക മൂല്യങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുന്ന ഒരു ജീവിത പങ്കാളി ആയിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ വിവാഹിതരാകുന്നവർക്ക് അത്തരത്തിലുള്ളൊരു പങ്കാളിയായിരിക്കും വന്നു ചേരുന്നതെന്നും പറയാം. കുടുംബ ബന്ധങ്ങളെ കൈകാര്യം ചെയ്യാൻ ക്ഷമയും ചിന്താശേഷിയും ഉണ്ടാകണം എന്നുള്ളതാണ്. സ്പൗസിൻ്റെ ആരോഗ്യകാര്യത്തിലും സ്വന്തം ആരോഗ്യകാര്യത്തിലും ശ്രദ്ധയുണ്ടാവണം. മെയ് മാസം കഴിയുമ്പോൾ ഒരു വിപരീത രാജയോഗം ആണ് നിൽക്കുന്നത്. എന്താണ് ഈ വിപരീത രാജയോഗം എന്നുള്ളത്? നമ്മുടെ സൈക്കോളജിക്കൽ സ്ട്രെങ്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണെന്ന് പറയാം. അതാണ് ഒരു വിപരീത രാജയോഗം എന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളിലെ ഇമോഷണൽ ഇഷ്യൂസ് പരിഹരിക്കുന്ന ഒരു സമയമാണ് 2024 എന്ന് പറയാൻ കഴിയും. നമ്മൾ ഒരു സിമ്പിൾ എക്സാമ്പിളിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു എക്സാമ്പിളിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ബിഗ് ബോസിലൊക്കെ പോയി വിൻ ചെയ്യുന്ന ആൾക്കാരല്ലേ, അതായത് അവരുടെ മെൻ്റലി ഇമോഷണലി എല്ലാം അവരെ ഒത്തിരി പ്രതിസന്ധിയിലൂടെയുള്ള സാഹചര്യത്തിലൂടെ കടന്നുപോയി വിൻ ചെയ്ത് വരുന്ന ആൾക്കാരല്ലേ ബിഗ് ബോസിലൊക്കെ ഉണ്ടായിരിക്കുന്നത്. അതുപോലെ എന്ന് പറയാം. അതൊരു ചെറിയൊരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ കഴിയും എന്നുള്ളതാണ്. ദേവബ്രാഹ്മണ സാധു പൂജനരഥ എന്നാണ് തുലാം രാശിക്കാരെ ഹോരാശാസ്ത്രത്തിൽ പറയുന്നത് അല്ലേ. ദേവന്മാരെയും സജ്ജനങ്ങളെയും ഒക്കെയും ബഹുമാനിക്കുകയും അങ്ങനെ അത്തരത്തിലുള്ള താല്പര്യമുള്ള വ്യക്തികളായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? സജ്ജനങ്ങളെ ബഹുമാനിക്കും, ആരാധിക്കും എന്നൊക്കെ പറയുമ്പോൾ അതിൽ നിന്ന് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ വീരപ്പനെ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചിന്താഗതിയിലും മനോഭാവത്തിലും കാഴ്ചപ്പാടിലും ഒക്കെ എന്തൊക്കെയോ പോരായ്മ എവിടെയൊക്കെ ഉണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അല്ലേ. എന്നാൽ ദേവന്മാരെയും സജ്ജനങ്ങളെയും ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ആ വ്യക്തികളുടെ മനോഭാവത്തിലും കാഴ്ചപ്പാടിലും നന്മയുള്ളതാണെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതായത് ഒരു വ്യക്തിയുടെ കാഴ്ചപ്പാടിലൂടെ വേണം ആ വ്യക്തിയെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ എന്ന് പറയാൻ കഴിയും എന്നുള്ളതാണ്. തുലാം രാശിക്കാർ സൽചിന്തയും സൽപ്രവൃത്തിയും അടിസ്ഥാനപരമായി
ഉള്ളവരാണ് എന്ന് അവരുടെ കാഴ്ചപ്പാടിൽ നിന്ന് വ്യക്തമാണ് എന്നുള്ളതാണ്. ദീർഘവീക്ഷണം ഉണ്ടാവും. ചന്ദ്രഭവനാധിപതിക്ക് അഷ്ടമാധിപത്യം ഉള്ളത് കൊണ്ട് തന്നെ നിരീക്ഷണ ബുദ്ധിയും ഊഹിച്ച് അതായത് ഭാവി ഒത്തിരി ആസ്ട്രോളജേഴ്സ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഈ തുലാം രാശിക്കാരിൽ തന്നെ റിസർച്ച് മൈൻഡഡ് ആയിരിക്കും, വളരെ നിരീക്ഷണ ബുദ്ധി ഉണ്ടായും, ഭാവി കാല സംഭവങ്ങളെക്കുറിച്ച് ഊഹിച്ച് തീർച്ചപ്പെടുത്തുന്നതിൽ വളരെയധികം സാമർഥ്യം ഉണ്ടായിരിക്കും എന്നുള്ള ഇൻഡ്യൂഷൻസ് ഉണ്ടായിരിക്കാം എന്ന് പറയാം. അതുപോലെ തന്നെ ആസ്ട്രോളജേഴ്സും ധാരാളമായിട്ട് ഈ രാശിയിലുണ്ടാകും. മെജീഷ്യൻസ്, ആരാധനാലയങ്ങളുമായി വളരെ സമ്പർക്കമുള്ള കർമ്മ മേഖലയായിരിക്കും എന്ന് പറയാൻ കഴിയും എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ആൾക്കാരും ധാരാളം, എല്ലാവരും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്, അത്തരത്തിലുള്ള ആൾക്കാർ ധാരാളമായിട്ട് ഈ തുലാം രാശിയിൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഈ വിധ പ്രവർത്തന ശൈലി ഉള്ളവർക്ക് മെയ് മാസം കഴിയുമ്പോൾ തീർത്തും അത്തരത്തിലുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളാണെങ്കിൽ അവർക്ക് തീർത്തും ദോഷകാരിയായ ഒരു കാലഘട്ടമല്ല, മറിച്ച് ആത്മീയത, ഓക്കൾട്ട് സയൻസ്, ഗവേഷണം എന്നീ മേഖലയിൽ കൂടുതൽ താല്പര്യം ഉണ്ടാകുന്ന വ്യക്തികളായിരിക്കും എന്ന് പറയാൻ പറ്റും. ഈ കാലഘട്ടത്തെ അതിജീവിക്കാൻ സഹായിക്കുന്ന ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് സജ്ജനങ്ങളുമായിട്ടുള്ള ഇടപെടലുകളാണ്. ഏതൊരു കഷ്ടതയുള്ള ഒരു കാലഘട്ടത്തിലും അല്ലെങ്കിൽ ചില ബുദ്ധിമുട്ടുകളുള്ള കാലഘട്ടത്തിലും നമുക്ക് ഏറ്റവും നല്ല പരിഹാരം എന്ന് പറഞ്ഞാൽ സജ്ജനങ്ങളോടുള്ള സമ്പർക്കം തന്നെയായിട്ട് പറയണം എന്നുള്ളതാണ്. ഒരു പ്രശ്നം ഉണ്ടായാൽ മനോധൈര്യം തരേണ്ടടുത്ത് മനോധൈര്യം തന്നും, ഉപദേശം തരേണ്ടടുത്ത് ഉപദേശം തന്നും, നേർവഴി കാണിക്കേണ്ടടുത്ത് നേർവഴി കാണിച്ചും ഒക്കെ നേർവഴി കാണിക്കുന്ന വ്യക്തികളുമായിട്ട് സമ്പർക്കം പുലർത്തുന്ന അടിസ്ഥാന സ്വഭാവം ഇവരിലുണ്ടെന്നും കൂടെ നമുക്ക് പറയണം എന്നുള്ളതാണ്. മെയ് മാസം കഴിയുമ്പോൾ മാനസിക പിരിമുറുക്കം ഉണ്ടാകും. അത് തുറന്നു പറയാൻ കഴിയുന്ന വേണ്ടപ്പെട്ടവരോട് തുറന്ന് പറയുക തന്നെ വേണം. സ്വയം ഉള്ളിൽ ഒതുക്കാൻ ശ്രമിക്കരുത് എന്നുള്ളതാണ്. പൊതുവിൽ നീതിബോധവും ന്യായബോധവും ഒക്കെ ഉള്ള ഒരു രാശിയാണ് തുലാം രാശി. എന്തുകൊണ്ട്? ബിസിനസിന്റെയും നീതിയുടെയും ന്യായത്തിന്റെയും ഒരു രാശിയാണല്ലോ തുലാം രാശി. അതിനർത്ഥം തെറ്റും ശരിയും സോർട്ട് ഔട്ട് ചെയ്യാനായിട്ടുള്ള യുക്തിയും ബുദ്ധിയും അടിസ്ഥാനപരമായിട്ട് അവർക്കുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. എന്നാൽ പഠിക്കുന്ന കുട്ടികൾ പഠനത്തിൽ ശ്രദ്ധിക്കാൻ ശ്രമിക്കണം. ഈ കാലഘട്ടത്തിൽ മെയ് മാസം കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് പറയണം, ശ്രമിക്കണം എന്നുള്ളതാണ്. അഫെയറിലോട്ടൊന്നും ചെന്ന് പെടാതെ ശ്രദ്ധിക്കുക. ഇൻ കേസ് അങ്ങനെ അഫെയറിലോട്ടൊക്കെ ചെന്ന് പെട്ടിട്ടുണ്ടെങ്കിലും മെയ് മാസം കഴിയുമ്പോൾ ചില അകൽച്ചകൾ, ഇങ്ങനെ അഫെയറിലോട്ടൊക്കെ ചെന്ന് പെട്ട ആൾക്കാർക്ക് ചില അകൽച്ചകളൊക്കെ ഉണ്ടായാൽ പോലും അതിൽ നിന്നൊക്കെ ഓവർകം ചെയ്യാനായിട്ടുള്ള മനോധൈര്യം ഉണ്ടാകണം എന്നുള്ളതാണ്. എന്ത് പ്രശ്നത്തിന് പരിഹാരം എന്ന് പറയുന്നത് നമുക്കിപ്പം പ്രാർത്ഥന എന്ന് പറയുന്നത് ഈ ഒരു വിപരീത രാജയോഗമുള്ള ഒരു കാലഘട്ടത്തെ നമ്മൾ ഒരുപാട് ശക്തമായ രീതിയിൽ ഓവർകം ചെയ്തു വരുന്ന ഒരു കാലഘട്ടമാണ് വിപരീത രാജയോഗമുള്ളൊരു സമയം. അതിനെപ്പോഴും നമ്മൾ പ്രാർത്ഥന കൊണ്ട് മാത്രമൊന്നും പരിഹരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അതങ്ങനെ മാത്രം ചിന്തിക്കുന്നത് ഒരു അബദ്ധമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നാറ്. കാരണം നമ്മളൊരു ആക്ഷൻ എടുക്കേണ്ട ഒരു പോയിന്റിൽ ആക്ഷൻ എടുത്തിട്ട് ഒപ്പം പ്രാർത്ഥനയ്ക്കും പരിഹാരത്തിനും ഒക്കെ പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ്. അതിനെ എങ്ങനെ കൂടുതൽ വ്യക്തമാക്കാം എന്ന് ചോദിച്ചാൽ, ഒരു രോഗമാണ് നിങ്ങളുടെ പ്രതിസന്ധിയായിട്ട് ഫ്രണ്ടിൽ ഉണ്ടായിരിക്കുമെങ്കിൽ നല്ലൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കുക, നല്ല ഡോക്ടർ കൺസൾട്ടേഷൻ എടുക്കുക. ഒരു ലീഗൽ ഒപ്പീനിയൻ എടുക്കേണ്ട സാഹചര്യമാണെങ്കിൽ നല്ലൊരു അഡ്വക്കേറ്റിനെ കാണണം. മാനസിക ആരോഗ്യമാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ ഒരു നല്ല സൈക്കോളജിസ്റ്റിനെയോ നല്ല സൈക്കാട്രിസ്റ്റിനെയോ കാണണം എന്നുള്ളതാണ്. എന്താണോ നിങ്ങളുടെ പ്രശ്നം അതിനൊരു എക്സ്പെർട്ട് ഒപ്പീനിയൻ എടുക്കണം എന്നുള്ളതാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് നിങ്ങൾക്കൊരു കംപ്ലീറ്റ് സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ കഴിയുന്ന ഒരു സമയമാണ് ഈ വരുന്ന മെയ് മാസത്തിന് ശേഷമുള്ള സമയം. ഈ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ വളരെ ബുദ്ധിമുട്ടായി തോന്നുമെങ്കിലും ഈ കാലഘട്ടത്തിൽ പ്രശ്നങ്ങളെ അതിജീവിക്കാനായിട്ട് എടുക്കുന്ന സ്റ്റെപ്സാണ് നിങ്ങളുടെ ഫ്യൂച്ചറിലെ നിലനിൽപ്പിന് കാരണം എന്നും കൂടെ മനസ്സിലാക്കണം. പല സന്തോഷങ്ങളുടെയും പിന്നിൽ ഒരു വേദന ഉണ്ടാവും അല്ലേ? അങ്ങനെയാണ് പൊതുവിൽ. ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ബർത്ത് തന്നെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അല്ലേ, ഒരു ഡെലിവറി അല്ലെങ്കിൽ ഒരു ബർത്ത് എന്ന് പറഞ്ഞൊരു സമയം, ആ പ്രഗ്നൻസി ടൈമിൽ ഒരു ഡെലിവറി ടൈമിൽ ഒത്തിരി നമുക്ക് പെയിൻ ഉണ്ടായിരിക്കും പക്ഷേ ഒരു ബർത്ത് ഒരു ജനനം ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു സന്തോഷമാണ് ഉണ്ടാവുന്നത് അല്ലേ? അതുപോലെ തന്നെയാണ് ഈ ഒരു കാലഘട്ടത്തെ നമുക്ക് ഉദാഹരിക്കേണ്ടി എന്ന് പറയാൻ പറ്റും. മെയ് മാസത്തിന് ശേഷമുള്ള പ്രതിസന്ധികൾ കുറച്ച് സമയം ബുദ്ധിമുട്ടിയാൽ പോലും മെന്റലി ഇമോഷണലി സ്ട്രോങ് ആക്കും നമ്മളെ ആ കാലഘട്ടം കഴിയുമ്പോൾ എന്ന് പറയാൻ പറ്റും.
പറ്റും. മെയ് മാസത്തോടു കൂടി സ്ട്രോങ് ആക്കും എന്നല്ല പറഞ്ഞാൽ, മെയ് മാസം ഈ ഒരു 10-11 മാസം കൊണ്ട് നമ്മളെ മെന്റലി ഇമോഷണലി സ്ട്രോങ് ആക്കി എടുക്കുന്ന ഒരു കാലഘട്ടമായിട്ട് മനസ്സിലാക്കണം എന്നുള്ളതാണ്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ എല്ലാ ജീവിതവും ഒരു സ്മൂത്ത് ആയിട്ടായിരിക്കില്ലല്ലോ പോകുന്നത്. വളരെ ക്രൂരമായ നിലപാടുകളുള്ള ജീവിത പങ്കാളി, ഉദാഹരണമായിട്ട് ഞാൻ പറയുന്നത്, ക്രൂരമായ നിലപാടുകളുള്ള ജീവിത പങ്കാളികൾ പലർക്കും ഉണ്ടായിരിക്കാം. വളരെ ദീർഘകാലം മാനസികവും ശാരീരികവുമായ പീഡനങ്ങൾ പങ്കാളിയിൽ നിന്ന് അനുഭവിക്കുന്ന വ്യക്തികൾ ധാരാളമായിട്ടുണ്ടാവാം. അപ്പോൾ ചിലരെങ്കിലും ചിന്തിക്കുക അത് പെണ്ണുങ്ങളെ കുറിച്ചാണല്ലോ പറയും, പെണ്ണുങ്ങളെ സപ്പോർട്ട് ചെയ്ത് പറയുന്നതാണ്. ഒരിക്കലും അല്ല, പെണ്ണുങ്ങളെ കുറിച്ച് സപ്പോർട്ട് ചെയ്തൊന്നും അല്ല ഞാൻ പറയുന്നത്. ഇപ്പൊ തന്നെ ഫോർ എക്സാമ്പിൾ കൊല്ലത്തൊരു അമ്മായിയമ്മയെ ക്രൂരമായിട്ട് ഉപദ്രവിച്ച ഒരു സ്ത്രീയാണ് ഉപദ്രവിച്ചത് അല്ലേ. ആ ഒരു വ്യക്തിയുടെ ക്രൂരമായിട്ടുള്ളതോ അല്ലെങ്കിൽ അപക്വമായിട്ടുള്ളതോ മാനസിക നിലവാരത്തിലൂടെ അവരുടെ അപക്വമായിട്ടുള്ള മാനസിക നിലവാരം മറ്റു കൂടെ ജീവിക്കുന്നവരുടെ നിലവാരം തകർക്കുന്നതാണെങ്കിൽ അതിൽ നിന്നെല്ലാം തന്നെ പുറത്തു വരാൻ ശ്രമിച്ച് സക്സസ് ആവുന്ന ഒരു സമയമാണ് ഈ മെയ് മാസം കഴിഞ്ഞിട്ട് വരുന്ന ഒരു 10-11 മാസക്കാലഘട്ടം എന്ന് നമുക്ക് പറയേണ്ടി വരും എന്നുള്ളതാണ്. മെയ് മാസം കഴിയുമ്പോൾ ഉപേക്ഷിക്കേണ്ട വിഷയം ദുരഭിമാനമാണ് എന്ന് പറയണം. അതായത് അഭിമാനം നിലനിർത്താൻ വേണ്ടി ധനം വ്യയം ചെയ്യരുത്, കടം കൊടുക്കരുത്, ആർഭാടം കുറയ്ക്കണം, അനാവശ്യമായ ധൂർത്തുകൾ ഒഴിവാക്കണം, ദീർഘദൂര യാത്രകൾ പരമാവധി ഒഴിവാക്കണം എന്നുള്ളതാണ്. കാരണം കുറച്ച് ദോഷകാലഘട്ടം ആയതുകൊണ്ടാണ് ദീർഘദൂര യാത്രകൾ പരമാവധി ഒഴിവാക്കാൻ പറഞ്ഞത്. പുതിയ ഗൃഹം പണിയാനും കുടുംബ വീട്ടിൽ നിന്ന് മാറി താമസിക്കാൻ, അഷ്ടമവ്യാഴത്തിൻ്റെ കാലഘട്ടം ആയതുകൊണ്ട് തന്നെ കുടുംബ വീട്ടിൽ നിന്ന് മാറി താമസിക്കാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാവും എന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ പുതിയ ഗൃഹം പണിത് അങ്ങോട്ട് മാറാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാവും ഒരുപക്ഷെ. എന്നിരുന്നാൽ പോലും ജോലിയുടെ ഭാഗമായിട്ടോ വിദേശവാസം കൊണ്ടോ സ്വന്തം വീട്ടിൽ നിന്ന് ഈ മാറുന്ന വീട്ടിൽ നിന്നും മാറി താമസിക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാവാം എന്നുള്ളതാണ്. ആ ഫലം കൊണ്ട് നമുക്ക് ചിന്തിക്കേണ്ട അങ്ങനെയും ഒരു ഫലം അതിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. പാരമ്പര്യ സ്വത്തുമായി ബന്ധപ്പെട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ സഹോദരങ്ങളുമായിട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് രമ്യമായിട്ട് പരിഹരിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. പാരമ്പര്യ സ്വത്ത് വിൽക്കാനൊക്കെ ആലോചിക്കുന്നവരാണെങ്കിൽ വളരെ ശ്രദ്ധിച്ച് ചിന്തിച്ചിട്ട് മാത്രം ഈ കാലഘട്ടത്തിൽ അത്തരത്തിലുള്ളൊരു തീരുമാനം എടുക്കാതിരിക്കുന്നതാണ് പരമാവധി ബുദ്ധി. അല്ല, അങ്ങനെയാണെങ്കിൽ പോലും വളരെയധികം ആലോചിച്ചിട്ട് മാത്രമേ അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. പ്രതിബന്ധങ്ങൾ, ശത്രുക്കൾ, പ്രതികൂല സാഹചര്യം, ഏത് വെല്ലുവിളികളെയും നേരിടാനുള്ള കരുത്ത്, ആ ഒരു പ്രതിസന്ധി അതിജീവിക്കാനായിട്ടുള്ള ഒരു കരുത്തൊക്കെ നേടിയെടുക്കുന്ന സമയമാണെന്ന് പറഞ്ഞു. വ്യക്തിഗത പരിവർത്തനം 2024 ഉണ്ടാകും എന്നുള്ളതാണ്. രോഗപീഠകൾ ഉണ്ടായാലും അതിൽ നിന്ന് മാനസികമായും ആരോഗ്യപരമായും സുഖം പ്രാപിക്കാനുള്ള ശക്തി മനസ്സിനും ശരീരത്തിനും ഉണ്ടാവും എന്നുള്ളതാണ്. അതുപോലെ സർജൻസ്, ഓങ്കോളജിസ്റ്റുകൾ, കോസ്മെറ്റിക് സർജൻസ്, സേഫ്റ്റി എഞ്ചിനീയേഴ്സ്, പോലീസ്, സൈബർ സെല്ല്, എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ്, ആംബുലൻസ് സർവീസ്, റെസ്ക്യൂ സർവീസ്, ഫയർ ആൻഡ് സേഫ്റ്റി, ഫയർ സർവീസ്, വാട്ടർ റെസ്ക്യൂ, ഇത്തരത്തിലുള്ള ഈ വിധ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക്, ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഒരുപാട് നല്ല സർവീസ് കൊടുക്കാൻ സാധിക്കുന്നതായ ഒരു സമയമായിട്ട് പറയാം. തൊഴിൽപരമായി അധികം ചുമതലകൾ ഏറ്റെടുക്കേണ്ടി വരും, എന്നാൽ ധാരാളം പുതിയ കാര്യങ്ങൾ പഠിക്കാൻ കഴിയും എന്നുള്ളതാണ്. ആദ്യത്തെ ഹാർഡ് വർക്ക് ശേഷം ഒരു ആദ്യ കാലഘട്ടത്തിൽ കുറേ ഹാർഡ് വർക്ക് ഉണ്ടാവും. അതിനുശേഷം തൊഴിൽപരമായും സ്വന്തമായ ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു തൊഴിൽപരമായിട്ടൊരു അഭിവൃദ്ധി ഉണ്ടാകും എന്ന് പറയാം. ആദ്യത്തെ ഒരു സ്ട്രഗിളിന് ശേഷം കുറേയധികം തൊഴിൽപരമായ പുരോഗതി ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്ന് പറയാൻ കഴിയും. പ്രൊഫഷണൽ ലൈഫിൽ ശക്തമായ ഒരു അടിത്തറ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ദീർഘനാളായി അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തും, എന്നാൽ പിടിവാശി കുറയ്ക്കണം. ജോലി സ്ഥലത്ത് സഹപ്രവർത്തകരുമായിട്ടുള്ള റിലേഷൻഷിപ്പിലൊക്കെ വളരെയധികം ഒരു ബൗണ്ടറി ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. അവരുടെ അകൽച്ചയും ഒരുപാട് അടുപ്പവും കാണിക്കാതിരിക്കുക എന്നുള്ളതാണ്. ജോലി സ്ഥലത്ത് വീട്ടിലും ഒക്കെ ഒരു വളരെ ഓർഗനൈസ്ഡ് ആയിരിക്കണം എന്നുള്ളതാണ്. പ്ലാനിങ് ഇല്ലാത്തതിൻ്റെതായ പലവിധ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം എന്നുള്ളതാണ്. പവർ ഓഫ് അറ്റോർണി, ചെക്ക്, ജാമ്യം നിൽക്കുക, ഇതൊന്നും ഈ സമയത്ത് ചെയ്യരുത് എന്ന് പറയാൻ കഴിയും. വിഷ്ണു ക്ഷേത്ര ദർശനവും കൃഷ്ണൻ്റെയോ വിഷ്ണുവിൻ്റെയോ അമ്പലത്തിൽ ക്ഷേത്ര ദർശനം നടത്തുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതൊക്കെ ഈ കാലഘട്ടത്തിൽ ഉത്തമമാണെന്ന് പറയാം. കർക്കിടക മാസത്തിൽ വ്രതശുദ്ധിയോടുകൂടി രാമായണ പാരായണം ചെയ്യാൻ അറിയുന്ന ആൾക്കാരെ ചെയ്യുന്നതൊക്കെ നല്ലതാണ് ഈ വർഷം. അറിയാത്തവർ രാമായണ പാരായണമൊക്കെ കേൾക്കുന്നത് നല്ലതാണ് എന്ന് പറയാം. അപ്പോൾ ഇതൊക്കെയാണ്
തുലാം രാശിക്കാരുടെ 2024 പൊതുവായ കുറച്ച് ഫലങ്ങൾ. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇനിയും കാണാം. ബൈ.